നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാനായി UDFിലെ MP ജാക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 22ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന MP ജാക്സൺ 43 അംഗ ഭരണസമിതിയിൽ 24 വോട്ടുകൾ നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ VP യമുന വരണാധികാരിയായിരുന്നു. മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ MP ജാക്സന്റെ പേര് നിർദ്ദേശിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ സുജ സഞ്ജീവ് കുമാർ പിന്താങ്ങി. LDFിൽ നിന്നും മത്സരിച്ച PV ശിവകുമാറിന്റെ പേര് CPI അംഗം KS പ്രസാദ് നിർദ്ദേശിച്ചു. CPIM അംഗം CC ഷിബിൻ പിന്താങ്ങി. NDA സ്ഥാനാർത്ഥി TK ഷാജുവിന്റെ പേര് BJP അംഗം സ്മിത കൃഷ്ണകുമാർ നിർദ്ദേശിച്ചു. BJP അംഗം വിജയകുമാരി അനിലൻ പിന്താങ്ങി. UDF സ്ഥാനാർത്ഥി MP ജാക്സണ് 24 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി PV ശിവകുമാറിന് 13 വോട്ടും NDA സ്ഥാനാർത്ഥി TK ഷാജുവിന് 6 വോട്ടുകളും നേടാനേ കഴിഞ്ഞുള്ളൂ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ MP ജാക്സനെ വരണാധികാരി MP യമുന മുനിസിപ്പൽ ചെയർമാനായി പ്രഖ്യാപിച്ചു. തുടർന്ന് വരണാധികാരി MP യമുനയ്ക്ക് മുൻപിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MP ജാക്സൺ ചുമതലയേറ്റു. മുനിസിപ്പൽ കൗൺസിലിനെ ഓർത്ത് ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾക്ക് തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ലെന്നും രാഷ്ട്രീയ അതിപ്രസരം മാറ്റി നിർത്തി ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ MP ജാക്സൺ പറഞ്ഞു. ഈ നഗരസഭയുടെ ഭരണം ഏറ്റവും സുതാര്യമായും അഴിമതിരഹിതമായും ഫലപ്രദമായും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയും അവരുടെ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ പട്ടണത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് വരുന്നതിനും നമ്മുടെ എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു വികസനം ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് ഈ 5 വർഷക്കാലം ആ ഉത്തരവാദിത്വം കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ ചുമതലപ്പെട്ടവരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകും. ഇതൊരു രാഷ്ട്രീയ വേദിയല്ല, നമുക്കറിയാം, ഇതൊരു ഇംപ്ലിമെൻറ്റിംഗ് വേദി മാത്രമാണ്. നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരും ഉണ്ടാക്കിയിട്ടുള്ള നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമായിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ നിയമം നിർമ്മിക്കാനോ ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ നടത്താനോ അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള വേദിയല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വേദിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഏത് പൊതു സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും രാഷ്ട്രീയമാകുന്ന ചെരുപ്പ് ഞാൻ വാതിലിൻ്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ടാണ് അകത്തേക്ക് കടന്നു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എൻ്റെ പ്രവർത്തനത്തിൽ ഇതുവരെ ലംഘിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ പൊതുപ്രവർത്തന മേഖലയിലെ പ്രവർത്തനം ഞാൻ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായി UDFിലെ ചിന്ത ധർമ്മരാജൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 1ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ചിന്ത ധർമ്മരാജൻ 43 അംഗ ഭരണസമിതിയിൽ 24 വോട്ടുകൾ നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ VP യമുന വരണാധികാരിയായിരുന്നു. മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാറാണ് UDF അംഗം ചിന്ത ധർമ്മരാജിന്റെ പേര് നിർദ്ദേശിച്ചത്. മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ പിന്താങ്ങി. LDFിൽ നിന്നും മത്സരിച്ച അൽഫോൺസ തോമസിന്റെ പേര് CPIM അംഗം CC ഷിബിൻ നിർദ്ദേശിച്ചു. CPI അംഗം KS പ്രസാദ് പിന്താങ്ങി. NDAയിൽ നിന്നും മത്സരിച്ച സ്മിത കൃഷ്ണകുമാറിന്റെ പേര് BJP അംഗം TK ഷാജു നിർദ്ദേശിച്ചു. BJP അംഗം വിജയകുമാരി അനിലൻ പിന്താങ്ങി. UDF സ്ഥാനാർത്ഥി ചിന്ത ധർമ്മരാജിന് 24 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി അൽഫോൺസ തോമസിന് 13 വോട്ടും NDA സ്ഥാനാർത്ഥി സ്മിത കൃഷ്ണകുമാറിന് 6 വോട്ടുകളും നേടാനേ കഴിഞ്ഞുള്ളൂ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ചിന്ത ധർമ്മരാജിനെ വരണാധികാരിയായി MP യമുന മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായി പ്രഖ്യാപിച്ചു. തുടർന്ന് ചിന്ത ധർമ്മരാജൻ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സണു മുൻപിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആദ്യമായി ഇരിങ്ങാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആകുന്ന ചിന്ത ധർമ്മരാജ് 2000-2005 കാലയളവിൽ 2 വട്ടം പൊറത്തിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. മൂർഖനാട് തൊട്ടിപ്പിള്ളി ധർമ്മരാജിന്റെ ഭാര്യയാണ്. ദിവ്യ, ദിന എന്നിവർ മക്കളാണ്. ഇവിടെ എല്ലാവരും വികസന പ്രവർത്തനത്തിനെ കുറിച്ച് പറയുന്നുണ്ടായി. പൊറത്തിശ്ശേരി പഞ്ചായത്ത് ഒരു ഗ്രാമീണ മേഖലയാണെന്ന് നമുക്കറിയാം. ഞാൻ 2005 മുതൽ
മുതൽ അവിടെ ഭരണസമിതിയിലുണ്ടായിരുന്നു, കുറച്ചു കാലം പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോട് കൂട്ടിച്ചേർത്തു. പൊർത്തിശ്ശേരി പഞ്ചായത്തിനെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട വാർഡുകളിലേക്ക് വേണ്ട പരിഗണന കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നമ്മളിപ്പോൾ ആരും പൂർണ്ണരല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അത് ഇവിടെ ജയക്സേട്ടൻ ഒരു നേതൃത്വ പാഠവും ഉള്ളൊരു ഭരണാധികാരിയാണ്. അപ്പോൾ രാവിലത്തെ പ്രസംഗത്തിലും ജയക്സേട്ടൻ പറഞ്ഞു നമുക്ക് ഒത്തൊരുമിച്ച് പോകണമെന്ന്. ഒത്തൊരുമിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഈ ഇലക്ഷന് അനുബന്ധിച്ച് വാർഡുകളിൽ പോയപ്പോൾ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവിടുത്തെ വോട്ടർമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മളിവിടെ ഒറ്റക്കെട്ടായിട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. MP ജാക്സൺ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ പദവിയിൽ എത്തുന്നത് ഇത് 3-ാം വട്ടം. 1988, 90, 2005, 2010 കാലയളവിൽ 2 തവണ മുനിസിപ്പൽ ചെയർമാൻ പദവിയിൽ എത്തിയിട്ടുള്ള MP ജാക്സൺ പൊറത്തിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ശേഷം ആദ്യമായാണ് മുനിസിപ്പൽ കൗൺസിലിൽ എത്തുന്നത്. 2015, 2020, 2025 കാലയളവിൽ കേവല ഭൂരിപക്ഷമില്ലാതെയാണ് UDF ഭരണസമിതികൾ അധികാരത്തിലെത്തുന്നതെങ്കിൽ ഇരിങ്ങാലക്കുടയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ MP ജാക്സൺ കേവല ഭൂരിപക്ഷത്തിലധികം സീറ്റുകളിൽ വിജയിപ്പിച്ചാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പദവിയിൽ എത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇരിങ്ങാലക്കുട മാമ്പിള്ളി തറവാട്ടിൽ MC പോളിന്റെയും ആനിയുടെയും മകനായി 1952 MP ജാക്സന്റെ ജനനം. രാഷ്ട്രീയ രംഗത്തും വ്യാപാര രംഗത്തും ഒരുപോലെ മികവ് തെളിയിച്ച MP ജാക്സൺ KSUവിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. KSU ക്രൈസ്റ്റ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി, താലൂക്ക് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള MP ജാക്സൺ 2002 മുതൽ KPCC അംഗമാണ്. MCP ഗ്രൂപ്പ് ചെയർമാൻ, KSC ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ, ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ആശുപത്രി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന MP ജാക്സൺ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃസ്ഥാനത്തും പ്രമുഖ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ നേതൃത്വവും വഹിച്ചു വരുന്നു. 1988, 90 കാലയളവിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാനായും 1990 പ്രഥമ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട MP ജാക്സൺ 1995 മുതൽ 2000 വരെ ഇരിങ്ങാലക്കുട നഗരസഭയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2005, 2010 കാലയളവിലാണ് പിന്നീട് വീണ്ടും മുനിസിപ്പൽ ചെയർപേഴ്സൺ പദവിയിൽ എത്തുന്നത്. 2021 കൊടുങ്ങല്ലൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ഇരിങ്ങാലക്കുട നിയമസഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ, മുകുന്ദപുരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി ജനറൽ കൺവീനർ, 1995 മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാതല കമ്മിറ്റി ചെയർമാൻ, ജനറൽ കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. എസ്റ്റ ഭാര്യയും സിനു, സിമി, പോൾ എന്നിവർ മക്കളുമാണ്. ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സുതാര്യവും അഴിമതിരഹിതവുമായ ഭരണം UDF കാഴ്ചവെക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. മുനിസിപ്പൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട MP ജാക്സണുമായി സിറ്റി ന്യൂസ് നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് MP ജാക്സൺ വികസന സങ്കല്പങ്ങൾ പങ്കുവച്ചത്. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം സിറ്റി ന്യൂസിന് ശേഷം സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ചേർന്ന അനുമോദന സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു MP ജാക്സൺ. ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കൗൺസിലർമാരുമായി ചർച്ച നടത്തി മുൻഗണനാ ക്രമം നിശ്ചയിക്കും. അടിയന്തര പ്രാധാന്യം നൽകേണ്ട വിഷയങ്ങൾ, 1 മാസം കൊണ്ട് നടപ്പാക്കാവുന്ന പ്രവർത്തനങ്ങൾ, 3 മാസം കൊണ്ട് നടപ്പാക്കാവുന്ന പ്രവർത്തനങ്ങൾ, 6 മാസം കൊണ്ട് നടപ്പാക്കാവുന്ന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ മുൻഗണന നിശ്ചയിച്ചായിരിക്കും ആക്ഷൻ പ്ലാനിന് രൂപം നൽകുക. ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയാൽ മാത്രമേ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നും MP ജാക്സൺ പറഞ്ഞു. നമ്മുടെ ശുചിത്വം എങ്ങനെ നമുക്ക് നന്നാക്കി ഉണ്ടാക്കണം, ഇതെല്ലാം നമുക്ക് പരിശോധിക്കണം. അതിനുള്ള നല്ല നമുക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ആ ആക്ഷൻ പ്ലാനിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ രാവിലെ സൂചിപ്പിച്ചത്, ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾക്കൊരു പ്രകടനമന്ത്രി ഉണ്ടാവും.
ആ പ്രകടനപത്രികയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, ഞങ്ങളല്ലെങ്കിൽ അവകാശപ്പെടും. ആ അവകാശപ്പെടുന്ന കാര്യങ്ങളോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് അവകാശത്തിൽ കളയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ മോശപ്പെട്ട കാര്യമല്ലല്ലോ പറഞ്ഞിരിക്കില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ കൂടെ നമ്മുടെ 43 പേരുടെ ആവശ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഒരു നല്ല ഒരു ആക്ഷൻ പ്ലാൻ, വേണം. പ്രകടനപത്രിക അച്ചടിക്കും ആ പ്രകടനപത്രിക പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മറിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി സമയബന്ധിതമായിട്ട് നിർവഹിക്കാവുന്ന ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഒരാൾ നിരാശപ്പെടേണ്ട, ഒരാൾ രാഷ്ട്രീയമായിട്ടുള്ള അതിപ്രസരത്തിൽ നമുക്ക് പോരുമല്ല. അങ്ങനെ അതിപ്രസരം നടത്തിയത് കൂടി യാതൊരു പരാതിയും ലഭിക്കില്ല എന്ന് എൻ്റെ മുന്നേറ്റമാണ്. രാജുവിനായാലും ശിവകുമാറായാലും എനിക്ക് ശേഷം അറിയുന്ന രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിന് വേദിയല്ല നഗരസഭ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ. ഇത് തികച്ചും നിയമം മൂലം നമുക്ക് കിട്ടിയുള്ള അവകാശങ്ങൾ നടപ്പാക്കലാണ്. രണ്ടാമതൊരു കാര്യം കൂടി പറയാം. ഇവിടെ ചോദ്യങ്ങൾ എന്നോട് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങളില്ല, ഒരു ഉദ്യോഗസ്ഥനോട് മറുപടി പറയില്ല. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ചെയർമാനായിരിക്കും മറുപടി. ഞാനാണ് അധ്യക്ഷൻ. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ചെയർമാനായിരിക്കും. ഏത് സംശയങ്ങൾക്കും. കുന്ന് തൈവളപ്പിൽ ജോസ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. പരേതയായ റോസിലി ഭാര്യയും ബിജോയ്, ചാർലി, സിൽവി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.